ഹായ് എവ്രിവൺ. ഒരു 2 ആഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ തീവ്രവാദ സംഘടനകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഒരു സ്ഥലം പിടിച്ചെടുത്തതിന് ശേഷം അവരെങ്ങനെയാണ് അവിടെ ഭരിക്കുന്നത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഒരുപാട് തീവ്രവാദ സംഘടനകളും അവരുടെ സ്ട്രാറ്റജീസും കമ്പയർ ചെയ്തിട്ട് ഓരോരുത്തരുടെ സ്ട്രാറ്റജി വ്യത്യാസമാണെന്നും എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കുന്ന സംഘടനകളല്ല എന്നായിരുന്നു ആ വീഡിയോന്റെ ജിസ്റ്റ്. സോ ആ വീഡിയോന്റെ കമന്റിലെ ഒരു ഹിക്ക വന്നിട്ട് എസ്സേ ആയിട്ട് ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുണ്ടായി. ആ കമന്റ് വായിച്ചപ്പോഴാണ് എനിക്ക് വേറെ ഒരുപാട് കമന്റുകൾ ഓർമ്മ വന്നത്. സാധാരണ നമ്മൾ തീവ്രവാദ സംഘടനകളെ കുറ്റം പറയുമ്പോൾ ആളുകൾക്ക് പൊള്ളുന്നത് ഇപ്പൊ നമ്മളെ പറ്റിയിട്ട് ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്കത് ഒഫൻഡ് ആവുക. സോ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഫൻഡ് ആവേണ്ട കാര്യം എന്താ? ഞാൻ തീവ്രവാദ സംഘടനകളെ അവരെ ഗവർണൻസിനെയും സ്ട്രേറ്റ് ക്രാഫ്റ്റിനെയും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് കൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു പ്രത്യേകതരം സമാധാന മതത്തിലുള്ള ആളുകൾക്ക് മാത്രം പൊള്ളുന്നത് എന്താണ്? നിങ്ങളെ കുറിച്ചാണോ പറയുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ കുറിച്ചാണോ പറയുന്നത് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ആൻഡ് ഇതേ കമന്റ് ഒരുപാട് ഈ ന്യായവാദങ്ങളൊക്കെ ഇപ്പൊ ഏത് ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ഇതിന്റെ അണ്ടറിൽ ഇപ്പൊ എന്ത് ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാലും അവിടെ ചെന്നിട്ട് ഈ സെയിം കമന്റ് ആണ് ഇവർ പോസ്റ്റ് ചെയ്യുക. അപ്പം ഇവരുടെ എല്ലാവർക്കും സെയിം മദ്രസയിൽ പഠിച്ചിറങ്ങി വന്നതുകൊണ്ടായിരിക്കണം ഒരേ ന്യായവാദങ്ങളാണ് എല്ലാ കമന്റിലും ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പറയുന്നത് തന്നെയാണ് ഇവിടെ പറയുന്നത്, പുതുതായിട്ടൊന്നുമില്ല. ഈ ഒരാൾ മാത്രമാണ് ഇങ്ങനെ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ആ കമന്റ് ഇഗ്നോർ ചെയ്തേനെ. ഈ ഇക്കയുടെ കമന്റ് മാത്രമല്ല, ഈ സെയിം കമന്റ് എല്ലായിടത്തും ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ ഒരു എസ്സേ എഴുതി കഴിഞ്ഞാൽ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എല്ലായിടത്തും കൊണ്ടിടുന്നത് കൊണ്ടായിരിക്കണം നിങ്ങളും ഈ കമന്റ് കണ്ടിട്ടുണ്ടാവും. ഈ സെയിം വേർഡിംഗിൽ അല്ലാന്നുണ്ടെങ്കിലും ഇത് പാരഫ്രൈസ് ചെയ്ത് മറിച്ചും തിരിച്ചും ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇവർ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. 9/11 തൊട്ട് ഇന്നലെ നടന്ന കാര്യങ്ങൾ വരെ അടങ്ങുന്ന ഒരു കമന്റ് ആണ്. നമ്മൾ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ മദ്രസ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കൊടുക്കുന്ന കമന്റ് ആയത് കാരണം ഇതുപോലെ കമന്റ് ഇടുന്ന എല്ലാ ഹിക്കമാർക്കും വേണ്ടിയിട്ട് ഒരൊറ്റ വീഡിയോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കൊണ്ട്. സോ ഞാൻ കമന്റ് വായിക്കാം. കമന്റ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം. സോ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിക്കാം, അല്ലെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ ജസ്റ്റ് കേൾക്കാം. അൽഖായിദയുമായി US ഇടയുന്നത് ഒക്ടോബർ 11 ശേഷമാണ്. എന്നാൽ ഇതേ അൽഖായിദയെ സോവിയറ്റ് യൂണിയനെതിരെ യുദ്ധം ചെയ്യാൻ പണവും പാകിസ്ഥാൻ വഴി ആയുധങ്ങളും എത്തിച്ചു നൽകിയത് അമേരിക്കയാണ് 1980-ൽ. അന്ന് അഫ്ഗാനിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കൂടെ ചേർക്കാൻ സോവിയറ്റ് ചേരി ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തു നിന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള കാപ്പബിലിറ്റി അമേരിക്ക ഉണ്ടാക്കി കൊടുത്തു. പിന്നീട് അഫ്ഗാൻ ഗവൺമെന്റിന്റെ ആയുധങ്ങളും മറ്റും ഇവരുടെ കൈകളിലെത്തി. ആയുധങ്ങൾ താഴെ വെക്കാൻ അവർ പിന്നീട് തയ്യാറായില്ല. അതാണ് അൽഖൈദ. അതിന്റെ നേതാവ് സൗദി പൗരൻ ഒസാമ ബിൻ ലാദൻ ആയിരുന്നു. ആ ലാദനുമായി അമേരിക്കക്ക് ബന്ധമുണ്ടായിരുന്നു. അവസാനം പാല് തന്ന കൈക്ക് അടിച്ചു. ആ കടി മാത്രം ഹൈലൈറ്റ് ആയി. ഓക്കെ, പാല് തന്ന കൈക്ക് അടിച്ചു എന്നാവില്ല കവി ഉദ്ദേശിച്ചത്, കടിച്ചു എന്നാവും. അപ്പൊ ആ കടി മാത്രം ഹൈലൈറ്റ് ആയി. ഇതൊരു 4-5 സെക്ഷൻ ഉള്ള കമന്റ് ആണ്. ഞാൻ ഓരോന്നിനെ കുറിച്ചിട്ടും മറുപടി പറയുമ്പോൾ ഓരോന്ന് വായിച്ചു പോകും. ഞാൻ ഒറ്റയടിക്ക് വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വീഡിയോ ഫുള്ള് കാണാതെ ഇക്കാന്റെ വെറുപ്പിക്കൽ കാണാൻ നിർത്തിപ്പോകും. സോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ അതിന്റെ അടിയിലുള്ള കമന്റ് ആ വീഡിയോനെ കുറിച്ചായിരിക്കണം. ഈ ഹിക്ക് കമന്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ ആയിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ സംസാരിച്ചത് തീവ്രവാദ സംഘടനകളും അവരുടെ സ്റ്റേറ്റ് ക്രാഫ്റ്റിനും ഗവർണൻസിനെ കുറിച്ചിട്ടായിരുന്നു. അൽഖൈദ ആവട്ടെ, അൽഷബാബ് ആവട്ടെ, ഇവരെങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ല, അതിന്റെ ഉത്ഭവത്തെ കുറിച്ച് ആയിരുന്നില്ല എന്റെ ഫോക്കസ് ഇത് ഇവരെങ്ങനെ ഗവേൺ ചെയ്യുന്നു. സോ ഒന്നാമത് വീഡിയോക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കമന്റേ അല്ലത്. ഒരു എസ്സേ ഉണ്ടെങ്കിലും ആ എസ്സേ കമന്റ് ആയിട്ടിട്ട ആള് വീഡിയോക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കമന്റ് അല്ലത്. അത് ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ റിയാക്ട് ചെയ്യാൻ കാരണം ഇത് എല്ലായിടത്തും കോപ്പി പേസ്റ്റ് ചെയ്യുന്ന കമന്റ് ആയതുകൊണ്ടാണ്. പിന്നെ ഫസ്റ്റ് തന്നെ അമേരിക്ക എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റത്തെ സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ് എത്തുമ്പോൾ അമേരിക്ക, ഇസ്രായേൽ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മദ്രസ പൊട്ടന്മാരുടെ ബ്രെയിൻ അങ്ങനെയാണ് വരിക. ചോറ് വന്നിട്ടില്ലെങ്കിൽ അത് നെതന്യാഹുവിന്റെ കുറ്റം, ചമ്മതി നന്നായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ട്രംപിന്റെ കുറ്റം. അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അമേരിക്കയുടെ ഇസ്രായേലിലിട്ടും തലയിലിട്ട് നമ്മൾ നല്ല പാവങ്ങളും നല്ല കുട്ടപ്പന്മാരും, അമേരിക്ക ഇസ്രായേലും നമ്മൾ ആക്രമിച്ച് അവര് മോശക്കാരും. സോ എല്ലാ കുറ്റം അവിടെ ചെന്ന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഒരു ഈസി സൊല്യൂഷൻ ആയല്ലോ. നമുക്ക് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു പൊതിച്ചോറ് യൂസ് ചെയ്യാത്ത ഒരു കമന്റ് ആണ്. അത് കാരണം തന്നെയാണ് ഫസ്റ്റ് സെന്റൻസിൽ തന്നെ അമേരിക്കനും ഇസ്രായേലിലേക്ക് കൊടുത്തിടുന്നത്. ഇനി ഇതിലെന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹിക്ക് മദ്രസ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയത് എന്താണ്, വല്ല ക്വാളിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. ആദ്യം തന്നെ ഹിക്ക് പറയുന്നത് അൽഖൈദയുമായി US ഇടയുന്നത് ഒക്ടോബർ 11 സോ എനിക്ക് തോന്നുന്ന ഹിക്ക് ഉദ്ദേശിച്ചത് സെപ്റ്റംബർ 11 എന്ന് വെച്ചാൽ 9/11 അറ്റാക്ക് ഉണ്ടായില്ലേ, അതായിരിക്കണം കവി ഉദ്ദേശിച്ചത്. കാരണം ഒക്ടോബർ 11 കാര്യമായിട്ടൊന്നും ഉണ്ടായതായിട്ട് എന്റെ അറിവില്ല. പെട്ടെന്ന് തീവ്രവാദ സംഘടനകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, പൊട്ടിത്തെറിക്കുന്ന ഞമ്മന്റെ ആളുകളെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെ കമന്റ് ചെയ്ത് സ്പീഡിൽ കമന്റ് ചെയ്ത് വിടുന്ന സമയത്ത്
മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഹിക്കാക്ക് നമ്മൾ എല്ലാവരും കൂടെ പുറത്തു കൊടുക്കുക. സോ സെപ്റ്റംബർ ഒക്ടോബർ ആയി പോയതാണ് ചെറിയൊരു കുറ്റം. അത് നമ്മൾ മൈൻഡ് ആക്കണ്ട. ഈ ഹിക്ക പറയുന്നത് പോലെ അമേരിക്കയും അൽ ഖയ്ദയും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു പോകുന്നത് സെപ്റ്റംബർ 2001 ശേഷമാണോ? അതാണോ ശരിക്കുള്ള അവസ്ഥ? ഇത് ഇവരെല്ലാവരും എല്ലായിടത്തും പോയി കമന്റ് ചെയ്യുന്ന സംഭവമാണ്. ട്വിൻ ടവർ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അൽ ഖയ്ദയും അമേരിക്കയും പിണങ്ങിപ്പോയത്. അതാണോ ശരിക്കും സത്യം? ഇത് എല്ലായിടത്തും കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് റിസർച്ച് ചെയ്യുന്നത് നല്ലതാണ്. ഇതിനു മുമ്പ് സെപ്റ്റംബർ 2001 മുമ്പ് തന്നെ 1998 ഡിസംബർ 29 യമനിലുള്ള ഒരു ഗോൾഡൻ മോഹർ ഹോട്ടലിൽ അൽ ഖയ്ദ ആക്രമിച്ചിട്ടുണ്ട്. അതിന് 1998 ഒസാമ ബിൻ ലാദൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് 1992 അവർ ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ 1998 ഓഗസ്റ്റ് 7 ഒരു അക്രമം നടന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കെനിയയിലെയും ടാൻസാനിയയിലെയും US എംബസി അത് അൽ ഖയ്ദ ബോംബ് വെച്ച് ആക്രമിച്ചിട്ടുണ്ട്. അതിൽ 12 അമേരിക്കക്കാർ മരിച്ചിട്ടുണ്ട്, 224 ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എംബസി അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ്. ഇപ്പൊ സാധാരണ ഒരു ഹോട്ടൽ ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അറ്റാക്ക് ചെയ്യുന്ന പോലെ എംബസി അറ്റാക്ക് ചെയ്തത്. സോ ഒരു US എംബസി അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള റീപ്രിക്കഷൻസ് ഉണ്ടാവും. ഒരു നാട്ടിലുള്ള എംബസിയാണ് ഈ എനിമീസ് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നാടിനോടുള്ള ഡയറക്റ്റ് യുദ്ധമായിട്ടാണ് അത് കണക്കാക്കുക. സോ അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു എംബസി അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന്റെ റീപ്രിക്കഷൻസ് കൂടുതലാവുന്നത്. കാരണം അതൊരു ഡയറക്റ്റ് വാർ ആയിട്ടാണ് ആ കൺട്രി കണക്കാക്കുക. സോ ഇവര് 1998 ആക്രമിച്ചപ്പം 12 അമേരിക്കൻസ് മരിച്ചു, ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളും ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി ലോകം മുമ്പുള്ള പോലെ ആയിരിക്കില്ല ഇനി ഉണ്ടാവുക എന്നുള്ളത്. അത് 9/11 ശേഷം ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞിരുന്നുണ്ടെങ്കിലും ഈ ഒരു ഇൻസിഡന്റിന് ശേഷം തന്നെ ആളുകൾ അങ്ങനെ പറഞ്ഞിരുന്നു. അറ്റാക്ക് വളരെ സീരിയസ് ആയിട്ടാണ് അമേരിക്ക എടുത്തത് ആ സമയത്ത്. അതിന് പ്രതികാരമായിട്ട് US ഇൻഫിനിറ്റ് റീച്ച് എന്നുള്ള ഒരു ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുണ്ടായി. സോ ഇങ്ങനത്തെ 2 ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് ഒക്ടോബർ 12, 2000 ഒരു US ഷിപ്പ് USS കോൾ എന്ന് പറയുന്ന ഒരു ഷിപ്പ് അൽ ഖയ്ദ അറ്റാക്ക് ചെയ്യുണ്ടായി. ആ സമയത്ത് ഷിപ്പ് യമനിലായിരുന്നു. അതിൽ 17 അമേരിക്കൻ സിറ്റിസൻസ് കൊല്ലപ്പെടുകയുണ്ടായി. സോ വെറുതെ വന്നിട്ട് കമന്റിൽ അമേരിക്ക ആണ് അൽ ഖയ്ദനെ പാലൂട്ടി വളർത്തിയത്, ട്വിൻ ടവർ അറ്റാക്കിന് ശേഷമാണ് അമേരിക്കയും അൽ ഖയ്ദയും തമ്മിലുള്ള ബന്ധം വഷളായതെന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. അങ്ങനെയാണോ? അതിനു മുമ്പ് അൽ ഖയ്ദ അമേരിക്ക അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ? അതിൽ അമേരിക്കക്ക് എന്തെങ്കിലും നാശനഷ്ടം പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് എടുത്തു നോക്കുക. ഹിക്കാനോട് പറയാനുള്ളത് പഠിച്ചിട്ട് വിമർശിക്കൂ ഹിക്ക. ഇതില് ഹിക്ക മറച്ചു പിടിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അമേരിക്കക്കെതിരെ ഉത്ഭവിച്ചു വന്നിട്ടുള്ള ഒരു സംഘടനയാണ് അൽ ഖയ്ദ. അൽ ഖയ്ദയുടെ ഫൗണ്ടേഷൻ തന്നെ ആന്റി വെസ്റ്റ് ആണ്, എന്ന് വെച്ചാൽ കാഫിറുകൾക്കെതിരെ ആന്റി വെസ്റ്റ്, ആന്റി അമേരിക്ക. ഇതാണ് അൽ ഖയ്ദയുടെ ഫൗണ്ടേഷൻ. അത് അമേരിക്കക്കെതിരാണ് മെയിൻ ആയിട്ട്. സോ അത് ഹിക്ക മറച്ചു പിടിക്കുന്നുണ്ട്. അമേരിക്കക്കെതിരെയാണ് അൽ ഖയ്ദ ഫൗണ്ട് ചെയ്തത് എന്നുള്ള കാര്യം ഹിക്ക നന്നായിട്ട് അത് കവർ ചെയ്ത് പറയുന്നുണ്ട്. എന്നിട്ട് അമേരിക്ക ഇങ്ങോട്ട് പാലൂട്ടി വളർത്തിയെന്നാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനില് സോവിയറ്റ് എക്സ്പാൻഷൻ ഉണ്ടായിരുന്നപ്പം അവിടെയുള്ള ഒരുപാട് തീവ്രവാദ സംഘടനകളും ആ സോവിയറ്റ് എക്സ്പാൻഷനെ എതിർത്തിരുന്നു. അത് സമാധാന മതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്. കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിൽ ആത്യന്തികമായ ശത്രുക്കളാണ്. കാരണം ഒരിക്കലും ഇസ്ലാമിന് കമ്മ്യൂണിസം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരുപാട് പോളിസീസ് മുസ്ലിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം തന്നെ അവിടുത്തെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരായിരുന്നു. സോവിയറ്റ് എക്സ്പാൻഷൻ തടയാൻ US ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിനു വേണ്ടിയിട്ട് US അൽ ഖയ്ദയെ ഫണ്ട് ചെയ്തിട്ടുണ്ടോ? ആ സമയത്ത് അതെ ഫണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഇക്ക അത് മറച്ചു പിടിക്കണം. കാരണം അതിന്റെ ഒരു സൈഡ് മാത്രം പറഞ്ഞിട്ട് വേറൊരു സൈഡ് പറയാതിരിക്കണം. അത് ക്ലിയർ ആയിട്ട് ഞാൻ പറയാം എന്താ സംഭവം എന്നുള്ളത്. കാരണം ഈ ഒരു തെറ്റിദ്ധാരണ വേറെ കുറച്ച് ആളുകൾക്കും ഞാൻ കണ്ടിട്ടുണ്ട്. US ഫണ്ട് ചെയ്തു അൽ ഖയ്ദയെ, അത് കാരണം അൽ ഖയ്ദ US പാലൂട്ടി വളർത്തിയതാണെന്നുള്ളത്. അങ്ങനെയാണോ ശരിക്കും? ഇസ്ലാമും കമ്മ്യൂണിസവും കമ്പാറ്റബിൾ അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അതിനൊരു എക്സാമ്പിൾ ആണ് 1979 അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങൾ, അവിടുത്തെ ജനങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്തത്. അവർ 1979 ഒരു കലാപം നടത്തിയത്. കാരണം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ഒരുപാട് പോളിസീസ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചില കാർഷിക പോളിസീസ്, അതുപോലെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുമിച്ച് ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കുക ഒരു മറയില്ലാണ്ട്. അത് നമ്മൾ അബ്ദുള്ള ബസിലിനെ പോലത്തെ ആൾക്കാർ എങ്ങനെ സഹിക്കും? ആ സമയത്ത് അബ്ദുള്ള ബസിലിനെ പോലുള്ള ആൾക്കാർ അവിടെ ഉള്ളതുകൊണ്ട് തിരിച്ചു അങ്ങോട്ട് ഫൈറ്റ് ചെയ്തു. അതുപോലെ കുറെ മോഡേൺ എന്ന് പറയുന്ന കുറച്ച് ലോസ് അവർ കൊടുന്നപ്പോൾ അവിടുത്തെ ആളുകൾക്ക് അത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അതിനെതിരെ അവർ റിവോൾട്ട് ചെയ്തു. അതുപോലെ തന്നെ സോവിയറ്റ് ഫോഴ്സസിനെ തടയാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണ് അമേരിക്ക അവരെ ഫണ്ട് ചെയ്തത്. പക്ഷെ അമേരിക്ക മാത്രമല്ല, വേറെ ഒരുപാട് കൺട്രീസ്, UK, ചൈന, അറബ് സ്റ്റേറ്റ്സ് മുഴുവനായിട്ടും, അതുപോലെ ഒരുപാട് ഇൻഡിവിജ്വൽ ഡോണേഴ്സ് സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ട് ഈ ഒരു മൂവ്മെന്റിനെ സഹായിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഇക്ക പറയില്ല. പാകിസ്ഥാൻ, US, ചൈന, ഇതുപോലുള്ള കൺട്രീസ് ഒന്നും അൽ ഖയ്ദയെ സപ്പോർട്ട് ചെയ്തത്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന തീവ്രവാദ സംഘടനകളെ, സോവിയറ്റ് ഫോഴ്സസിനെ തകർക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഇവര് ഫണ്ട് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും മിക്ക പറയില്ല. അമേരിക്കയെ മാത്രം പറയും. അതെന്തുകൊണ്ടായിരിക്കും അമേരിക്കയെ മാത്രം എടുത്ത് പറയുന്നത്? ഏറ്റവും കൂടുതൽ അവർക്ക് ഫണ്ട് കിട്ടിയിരുന്നത് സൗദി അറേബ്യയിൽ നിന്നായിരുന്നു. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ പറയാതെ അമേരിക്കയെ മാത്രം പറയുന്നത്? അതെന്തുകൊണ്ടായിരിക്കും മദ്രസ പൊട്ടന്മാരൊക്കെ അങ്ങനെ പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ ഇക്ക് പറയുന്ന കാര്യമാണ്
ഒസാമയെ പാലുട്ടി വളർത്തിയത് അമേരിക്കയാണെന്നുള്ളത്. ശരിക്കും ഒസാമയെ വളർത്തിയത് അമേരിക്കയാണോ? ഒസാമ ബിൻ ലാദന്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒസാമ ബിൻ ലാദനും ഒസാമ ബിൻ ലാദന്റെ ഒരു കട്ടച്ചങ്കായിട്ടുള്ള അബ്ദുള്ള അസാമും കൂടെ ഒരു സംഘടന തുടങ്ങി. മക്തബൽ കിദ്മാത്ത് അഥവാ MK. 1984 ഇവർ ഈ സംഘടന തുടങ്ങിയത്. സോവിയറ്റ് എക്സ്പാൻഷനെതിരെ പ്രതികരിക്കാനായിട്ടുള്ള ഒരു സംഘടനയായിരുന്നു അത്. അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുസ്ലിം വളണ്ടിയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക, പൈസ റേസ് ചെയ്യുക, അതുപോലെ ട്രാവൽ ലോജിസ്റ്റിക്സ് ഒക്കെ അറേഞ്ച് ചെയ്യുക, എന്നിട്ട് ഫൈറ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുക. എന്തിന്? സോവിയറ്റ് എക്സ്പാൻഷനെ തടുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് ഈ ഒസാമ ബിൻ ലാദന്റെ തുടക്കം. ഇവര് സംഘടന ഫോം ചെയ്യുന്നത്. ഇതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ്? ഇതിനുള്ള ഫണ്ട് ആള് റേസ് ചെയ്തത് സ്വന്തം ഫാമിലി വെൽത്തിൽ നിന്ന് തന്നെയായിരുന്നു. അറിയുന്നുണ്ടോ? ഈ ബിൻ ലാദൻ ഗ്രൂപ്പ് ഓൺ ചെയ്യുന്നത് ഒസാമ ബിൻ ലാദന്റെ ഫാമിലിയാണ്. ഒസാമ ബിൻ ലാദന്റെ ഫാദർ ആണ് അത് ഫൗണ്ട് ചെയ്തത്. അവര് പെട്ടെന്ന് സൗദി അറേബ്യയിലെ ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് ആയിട്ട് മാറുകയാണ്. കാരണം എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അവർ സൗദി അറേബ്യയുടെ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമാവുകയും റോയൽ ഫാമിലിയായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ഒസാമ ബിൻ ലാദന്റെ ഫാദറിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 70 മക്കളുണ്ട്. അതിലൊരാളായിരുന്നു ഒസാമ. അപ്പം അവർക്ക് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വെൽത്ത് ആയിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ചെടുത്തിട്ടൊക്കെയാണ് ഒസാമ ബിൻ ലാദൻ ഈ ഒരു ഓർഗനൈസേഷൻ ഫണ്ട് ചെയ്യുന്നത്. അല്ലാണ്ട് അമേരിക്ക അല്ല ഒസാമ ബിൻ ലാദനെ ഫണ്ട് ചെയ്തിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത്. ഒസാമ ബിൻ ലാദൻ ഖുറാനും ഹദീസും ഒക്കെ നന്നായിട്ട് എടുത്ത് പഠിച്ച് ഇതിൽ നിന്നും ഒരുപാട് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ജിഹാദിന് വേണ്ടിയിട്ട് പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. അല്ലാണ്ട് അമേരിക്ക കൊടുത്തിട്ട് ഇയാൾക്ക് പൈസ കൊടുത്തിട്ട് മോനെ എന്നാ നീ ഒരു തീവ്രവാദ സംഘടന തുടങ്ങിക്കോ, അനക്കുള്ള ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക തുടങ്ങിയതല്ല അത്. അത് ഏതെങ്കിലും ഒരു ചരിത്ര പുസ്തകം എടുത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിക്കൊക്കെ മനസ്സിലായനെ. പക്ഷെ ഹിക്കത് മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യാണ്. കാരണം അത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഫാക്ട് ആണല്ലോ, പറയരുതല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇപ്പൊ ബിൻ ലാദൻ ഗ്രൂപ്പ് ഇപ്പോഴും ബിൻ ലാദൻ ഇവരുടെ ഫാദറിന്റെ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫാമിലിയുടെ കയ്യിലാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. അതിന്റെ 98% ഇപ്പൊ ഓൺ ചെയ്യുന്നത് സൗദി ഗവൺമെന്റ് ആണ്. സോ അതിന് ബാക്കി മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ. സോ ഇനി ഞാൻ കമന്റിന്റെ അടുത്ത സെക്ഷനിലോട്ട് പോവാം. കാരണം ഒരുപാട് എഴുതി വിട്ടിട്ടുണ്ടല്ലോ ഹിക്ക. അപ്പോൾ ചരിത്രം വായിക്കുമ്പോൾ അതിന്റെ എല്ലാ വശവും പറയണം. ഒരു അജണ്ട വെച്ച് വീഡിയോ ചെയ്യുന്നത് ശരിയല്ല. ട്രംപ് ഇന്നലെ ഇസ്രായേലിന് കൊടുത്തത് 20,000 ബോംബുകളാണ്. ഇതൊക്കെ പൊട്ടിത്തെറിക്കാൻ തന്നെയല്ലേ, അല്ലാതെ ഉമ്മ വെക്കാനല്ലല്ലോ. ഒരു വശത്ത് പറയുമ്പോൾ മാത്രം തീവ്രവാദമാകുകയും അല്ലാത്തിടത്ത് അത് അങ്ങനെയല്ലാതാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? മനസ്സിലാവുന്നില്ല. ഇറാനിലേക്ക് മാത്രം 10 ലക്ഷം മുസ്ലിംസിനെ കൊന്നത് അമേരിക്കയാണ്. സിറിയ, അഫ്ഗാൻ ഇവിടെയൊക്കെ ലക്ഷോപലക്ഷം ആളുകളുടെ ശവക്കൂന തീർത്ത് അതിന്റെ മുകളിലാണ് ഇന്ന് അമേരിക്ക എന്ന സാമ്രാജ്യം ഇരിക്കുന്നത്. ചരിത്രം വായിക്കുമ്പോൾ അതിന്റെ എല്ലാ വശവും പറയണം. ഒരു അജണ്ട വെച്ചിട്ട് വീഡിയോ ചെയ്യരുത് എന്നാണ് ഹിക്ക പറയുന്നത്. ഹിക്കാനോട് എനിക്ക് പറയാനുള്ളത്, എന്റെ വീഡിയോയില് ഞാൻ അമേരിക്കനെ ഇസ്രായേലിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായിരുന്നില്ലല്ലോ എന്റെ വിഷയം. എന്റെ വിഷയം എന്തായിരുന്നു? ഇക്ക വീഡിയോ വെറുതെ ജസ്റ്റ് അതിന്റെ ടൈറ്റിൽ കണ്ടിട്ട് വെറുതെ കണ്ട് കമന്റ് ചെയ്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ വീഡിയോയിൽ പറയുന്നത് തീവ്രവാദ സംഘടനകൾ ഗവേൺ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവരെങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ, അവർ ജനങ്ങൾക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നു. ഇതായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഒരു കണ്ടന്റ്. അല്ലാണ്ട് അതിൽ അമേരിക്ക ഇറാന് ബോംബ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇറാന് ഇസ്രായേലിന് വെള്ളം കൊടുക്കുന്നതോ അതൊന്നും ആയിരുന്നില്ല എന്റെ ടോപ്പിക്. ആ വീഡിയോ കണ്ടാലറിയാം, കണ്ടവർക്കറിയാം. ആ വീഡിയോയിൽ ഇതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സോ ഒരു അജണ്ട വെച്ച് വീഡിയോ ചെയ്യുന്ന 2 ഭാഗം പറയണം എന്ന് പറഞ്ഞാൽ അതൊന്നും ആയിരുന്നില്ല എന്റെ പ്രീവിയസ് വീഡിയോന്റെ ടോപ്പിക്. ഈ കവി എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതൊന്നും അല്ലല്ലോ ഞാൻ ആ വീഡിയോയിൽ പറയുന്നത്. ഇതിനാണ് നമ്മൾ പച്ച മലയാളത്തിൽ റെഡ് ഹെറിംഗ് എന്ന് പറയാം. കാരണം നമ്മൾ സംസാരിക്കുന്നത് എന്ത്, ആള് പറയുന്നത് എന്ത്, ഹിക്ക പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് തമ്മിൽ ഒരു ബന്ധമില്ല. വാട്ടർ ബോട്ടിൽ കുറെ അങ്ങോട്ട് കൊടുത്തിട്ടാണ്. അത് അവരങ്ങനെ ചെയ്തില്ലേ, ഇവരങ്ങനെ ചെയ്തില്ലേ, അമേരിക്ക അങ്ങനെ ചെയ്തില്ലേ, ഇറാൻ അങ്ങനെ ചെയ്തില്ലേ, ഇതൊന്നും അല്ലല്ലോ എന്റെ ടോപ്പിക്. ഇപ്പൊ വാട്ടർ ബോട്ടിയുടെ ഒരു അയ്യരുകളി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക അങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്കും അങ്ങനെ ചെയ്തൂടെ? അങ്ങനെയല്ല. അത് രണ്ടൊരു ഫാൾസ് ഇക്വലൻസി ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നേഷൻ, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു നേഷനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ തിരിച്ചാക്രമിക്കുന്നതും ജസ്റ്റിഫൈഡ് റിറ്റാലിയേഷനും അതുപോലെ ഈ ഒരു തീവ്രവാദി വന്നിട്ട് ഒരു മീൻ മാർക്കറ്റിൽ പോയി പൊട്ടിത്തെറിക്കുന്നതും ഒന്നാണെന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. സിമ്പിൾ ആയിട്ട് അതാണ് ആൾ പറയുന്നത്. ഇത് സമാധാന മതക്കാരുടെ മദ്രസപ്പെട്ടമാരുടെ ഒക്കെ ഒരു സ്ഥിരം ടാക്ടിക്കാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, അപ്പൊ നമുക്കും അങ്ങനെ ആവാലോ എന്ന്. രണ്ടും വേറെ വേറെ കാര്യങ്ങളാണ്. ഒരു മീൻ മാർക്കറ്റിൽ ചെന്നിട്ട് പൊട്ടിത്തെറിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഒരു നേഷൻ ആക്രമിച്ച് അവർ തിരിച്ച് ആക്രമിക്കുമ്പോൾ അതും രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ബോധം വേണം. അല്ലാണ്ട് എല്ലാം കൂടി തീവ്രവാദമല്ലേ, അവർ ചെയ്യുന്നില്ലേ, അപ്പൊ നമുക്കും ആവാലോ, അങ്ങനെയല്ല. തലയിൽ എന്തെങ്കിലും വെള്ളിയാഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ഹിക്കൊക്കെ മനസ്സിലാവേണ്ടതാണ്. അപ്പൊ വാട്ടർ ബോട്ടിൽ കൊടുത്തിട്ട് ഈ സംഭവത്തെ ഫുൾ അങ്ങ് ഡൈവേർട്ട് ചെയ്യാനാണ് ഹിക്ക ഉദ്ദേശിക്കുന്നത്. നടക്കൂല എന്തായാലും. ഹിക്കാന്റെ നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് നമുക്ക് പോവാം. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇതുവരെ പറഞ്ഞ പോലെ ആയിരിക്കൂല ഇനി. ആള് സീരിയസ് ആവാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് പലയിടങ്ങളിൽ പലതരത്തിൽ സംഘർഷങ്ങളുണ്ട്. ഒരു കാലത്ത് മനുഷ്യനൊപ്പം ജീവിച്ച് മറ്റ് ഹ്യൂമനോയിഡ് സ്പീഷീസ് ഇല്ലാതാവാൻ കാരണം വരെ മനുഷ്യന്റെ ഈ സംഹാരഭാവം കൊണ്ടാണ് എന്ന് പല നരവംശ ശാസ്ത്ര ഗവേഷകരും വിശ്വസിക്കുന്നു. ശാസ്ത്രം എന്നൊക്കെ പറയുന്നുണ്ട്. പൊതുവെ മനുഷ്യൻ പരസ്പരം മത്സരിക്കുന്നവനും കൊല്ലുന്നവനുമാണ്. വിശ്വാസപരമായ ചെറിയ വ്യത്യാസങ്ങൾ പോലും സഹിക്കുവാൻ തയ്യാറാവാത്തത് ഈ ചാനലിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോകത്തിലെ 2ാമത്തെ മതമാണ് ഇസ്ലാം. അപ്പോൾ
അത്രയേറെ ആളുകൾ ഉള്ളപ്പോൾ അതിന്റെ പേരിലുണ്ടാവുന്ന തർക്ക വിതർക്കങ്ങളും അധികമാവുന്നത് സ്വാഭാവികമാണ്. ഇനി ഇസ്ലാം തീരെ ഇല്ലാതായി എന്നിരിക്കട്ടെ, എന്നാലും ഇത് ഇങ്ങനെ തന്നെ മറ്റു പലതിന്റെ പേരിൽ തുടരും. മഹാഭാരത യുദ്ധം അതിന് തെളിവാണ്. അല്ലെങ്കിൽ ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾ. എന്നിരുന്നാലും ഇന്നത്തെ പോലെ ഇത്രയേറെ കൊലപാതകങ്ങൾ പണ്ട് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. ഒന്നും രണ്ടും ദിവസം കൊണ്ടല്ലേ ലക്ഷക്കണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും വാട്ടുപാട്ടുകാരുടെ അയ്യരുകളി. കുഴപ്പമില്ല, നമുക്കെടുക്കാം. ഹിക്ക് പറഞ്ഞു എവിടെയോ എത്തി. നിങ്ങളുടെ ഹീറോ കാട് കയറി എവിടെയോ എത്തി. ഈ മഹാഭാരതം, ഹ്യൂമനോയിഡ് സ്പീഷീസ് ഇതൊക്കെ പറയുന്നുണ്ട്. എന്റെ വീഡിയോ എന്തായിരുന്നു എന്നുള്ളത് ഞാനിപ്പോ തന്നെ ഒരു 100 വട്ടം പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഹിക്ക് ഈ പറയുന്ന കാര്യങ്ങളും വീഡിയോയും തമ്മിൽ യാതൊരു ബന്ധമില്ല. പിന്നെ ഹിക്ക് കുറച്ച് ആന്ത്രപ്പോളജി മൊഴിമുത്തുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മനുഷ്യന്റെ കൂടെ ജീവിച്ച മറ്റ് ഹ്യൂമനോയിഡ് സ്പീഷീസുകൾ എക്സ്റ്റെൻഡ് ആവാൻ കാരണം മനുഷ്യന്റെ സംഹാര രൂപമാണെന്നൊക്കെയാണ് ഹിക്ക് പറയുന്നത്. ഈ ആന്ത്രപ്പോളജി മദ്രസയിൽ നിന്ന് പഠിച്ചാൽ ഇങ്ങനെ ഇരിക്കും. വേറൊരു കാര്യം എന്റെ ശ്രദ്ധയപ്പെട്ടത് കുറെ ആന്ത്രപ്പോളജിസ്റ്റുകൾ, സയന്റിസ്റ്റുകൾ ഇങ്ങനെ പറയുന്നുണ്ടെന്നാണ്. ഹിക്ക് എന്തെങ്കിലും സ്വപ്നത്തിൽ കണ്ടത് എഴുതി വെക്കാണ്, കമന്റിൽ എഴുതി വെക്കാണ്, എന്നിട്ട് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത് ആന്ത്രപ്പോളജിസ്റ്റുകളുടെ തലയിൽ കൊണ്ടിടേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, എന്റെ മദ്രസയിൽ നിന്ന് ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, എന്റെ ഉസ്താദ് എനിക്ക് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് എഴുതിയാൽ മതി. ഇത് ഏതെങ്കിലും ആന്ത്രപ്പോളജിസ്റ്റുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹിക്കാന്റെ തലയിൽ വല്ല തേങ്ങ എടുത്തിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മുമ്പുണ്ടായിരുന്ന സ്പീഷീസിന്റെ എക്സ്റ്റൻഷൻ അത് ഇന്റർ സ്പീഷീസ് കോൺഫ്ലിക്റ്റ് ആയിട്ട് ഹിക്ക് കൺഫ്യൂസ് ചെയ്യണം. അത് ശരിക്കും അൺസയന്റിഫിക് എന്ന് മാത്രമല്ല, വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു അസംഷൻ ആണ്. കാരണം എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഒക്കെ ഇത് കുറച്ച് ആൾക്കാർ വായിക്കുന്നതല്ലേ എന്ന് ഞാൻ കുറച്ചൊന്ന് നോക്കട്ടെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി ഗൂഗിൾ ചെയ്യട്ടെ എന്ന് പോലും ഹിക്ക് വിചാരിക്കുന്നില്ല. എനിക്ക് അതിനെ കുറിച്ചിട്ട് ഇതിലോട്ട് കടക്കാൻ തന്നെ താല്പര്യമില്ല, കാരണം എന്റെ ടോപ്പിക് ഇതൊന്നും അല്ല. പക്ഷെ എന്നിരുന്നാലും ഇത്രയും പൊട്ടത്തരം എഴുതി വെച്ച സ്ഥിതിക്ക് ഞാൻ ഇതൊന്ന് മെൻഷൻ ചെയ്യാം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഹോമോ സ്പീഷീസ് അല്ലെങ്കിൽ കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ സ്പീഷീസ് എക്സ്റ്റെൻഡ് ആവാൻ കാരണം നമ്മൾ അവരെടുത്തിട്ട് മടാളം വിട്ടുവത്തി എടുത്ത് അവരെ കൊന്നതുകൊണ്ടല്ല. മനുഷ്യന്റെ സംഹാര രൂപം കാരണമാണ് നമ്മുടെ കൂടെ താമസിച്ചിരുന്ന സ്പീഷീസ് എക്സ്റ്റെൻഡ് ആയതെന്നൊക്കെ പറയുന്നത് വെറും പൊട്ടത്തരാണ്. അവർ എക്സ്റ്റെൻഡ് ആവാൻ കാരണം ഒരു കോമ്പിനേഷൻ ഓഫ് റീസൺസ് ആണുള്ളത്. ഫോർ എക്സാമ്പിൾ എൻവയോൺമെന്റ്, അവരുടെ പോപ്പുലേഷൻ സൈസ്, ഉള്ള പോപ്പുലേഷൻ തന്നെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്മോൾ പോപ്പുലേഷൻ സൈസ് ആണ്. അതുപോലെ മോഡേൺ ഹ്യൂമൻസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. അത് മാത്രമല്ല ഇന്റർ ബ്രീഡിങ്, ഇൻബ്രീഡിങ് അത് നടക്കുന്നുണ്ട്. സോ ഒരുപാട് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് കൂടിയിട്ടാണ് ഇവര് എക്സ്റ്റെൻഡ് ആവുന്നത്. അല്ലാണ്ട് നമ്മൾ വെറുതെ പോയിട്ട് ഓക്കെ ഇന്ന് മുതൽ നീ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് അടിച്ചു കൊല്ലുന്നത് കൊണ്ടല്ല. സോ ഈ മനുഷ്യന്റെ സംഹാര രൂപം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വലിയ വലിയ വേർഡ്സ് എഴുതി കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് ഇത് ശരിയാണല്ലോ, ഹിക്ക വളരെ ബുദ്ധിമാനാണല്ലോ എന്നൊക്കെ അങ്ങോട്ട് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹിക്ക മദ്രസ പോയിട്ട് ആളുകളെ പറ്റിച്ചാൽ മതി. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ, ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ പൊട്ടന്മാരാക്കാം എന്ന് ഹിക്ക വിചാരിക്കണ്ട. പിന്നെ ഹിക്ക പറയുന്നത് എന്താണെന്ന് വെച്ചാല് മനുഷ്യന്മാർ ഇപ്പോഴും ട്രൈബലാണ്, മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ വീഡിയോ തന്നെ എവിഡന്റ് ആണല്ലോ, നമുക്ക് വേറൊരു മതങ്ങളോടുള്ള ദേഷ്യം, അത് എന്റെ ചാനലിന്റെ എക്സിസ്റ്റൻസ് തന്നെ അതിനൊരു പ്രൂഫ് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഹിക്ക പറയുന്നത് പകുതി ശരിയാണ്. എന്തിന്റെ കാര്യത്തിൽ എന്ന് പറയുന്നത്, സമാധാന മതത്തിന്റെ കാര്യത്തിൽ ഹിക്ക പറയുന്നത് അച്ചട്ടാണ്. കാരണം മനുഷ്യന്മാര് ആസ് എ ഹോൾ ട്രൈബലിസത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ പീസിന്റെയും ഹ്യൂമൻ റൈറ്റ്സ് മാത്രമല്ല ആനിമൽസിന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട് ആളുകൾ ഇപ്പൊ വാദിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ വാദിക്കുമ്പോൾ ട്രൈബലിസത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പൊ അതെ, അങ്ങനെ അകന്നു പോവല്ലേ. നമുക്ക് 6-ാം നൂറ്റാണ്ടിലെ ഞമ്മന്റെ നിയമം, ഞമ്മന്റെ അക്യുപഞ്ചർ, നമ്മന്റെ വീട്ടിലെ പ്രസവം, ഞമ്മന്റെ നിയമങ്ങൾ ഇപ്പോഴും വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നത് സമാധാന മതത്തിലെ ആൾക്കാരാണ്. അപ്പൊ ഇക്ക പറയുന്നത് എങ്ങനെയാണ്, സത്യമാണ്. സമാധാനത്തിന്റെ മതത്തിന്റെ കാര്യത്തിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ അത് വേറുള്ള ആൾക്കാരുടെ തലയിൽ ഇടണ്ട. കാരണം ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് സയൻസ്, ടെക്നോളജി അതിൽ താല്പര്യമുണ്ട്, ഹ്യൂമൻ റൈറ്റ്സിൽ താല്പര്യമുണ്ട്. നമ്മൾ സ്ലേവറി എന്നൊക്കെ വിട്ട് ഒരുപാട് മുന്നോട്ട് വന്ന് ഇപ്പോഴും ആ കാര്യങ്ങള് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് സമാധാനത്തിന്റെ ആളുകളാണ്. സോ ഹിക്ക അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി, അത് ഇവിടെ വന്നിട്ട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഹിക്ക മഹാഭാരത യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മഹാഭാരത യുദ്ധം നടന്നില്ലേ, അത് തന്നെ മനുഷ്യന്മാർ തമ്മിലുള്ള ട്രൈബൽസത്തിന് തെളിവല്ലേന്ന്. ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് മഹാഭാരത യുദ്ധമൊക്കെ ഒരു മിത്തല്ലേ എന്നാണ്. ഇപ്പൊ ഇക്ക സമ്മതിച്ചോ മഹാഭാരത യുദ്ധം നടന്നു എന്നുള്ളത്? ഇക്ക സമ്മതിക്കുന്നുണ്ടോ? ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ഇക്ക സമ്മതിക്കുന്നുണ്ടോ മഹാഭാരത യുദ്ധം നടന്നു എന്നുള്ളത്? ഇപ്പൊ നടന്നുണ്ടോ? അത് മിത്തല്ലേ? ഇപ്പൊ ഗണപതി മിത്തല്ലേ? ഇതൊക്കെ മിത്തല്ലേ? അത് ഇപ്പൊ സത്യമായോ? ഈ തീവ്രവാദികളെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് മഹാഭാരത യുദ്ധമൊക്കെ എടുത്ത് വരുന്ന ഹിക്കാന്റെ ഒരു ഗതികേട് ആലോചിക്കുമ്പോഴാ. പിന്നെ ഇതില് ഹിക്ക അറിയാതെ തന്നെ ഹിക്ക വേറൊരു വലിയ കോമഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇസ്ലാം ഇല്ലാന്നുണ്ടെങ്കിലും വേറെ പല വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും എന്നുള്ളത്, വയലന്റ് ആയിട്ടുള്ള മതങ്ങളുണ്ട് എന്നുള്ളത്. അപ്പൊ ഹിക്ക സമ്മതിക്കുന്നുണ്ടോ ഇസ്ലാം വയലന്റ് ആണെന്നുള്ളത്? സമ്മതിച്ചാ? അപ്പൊ ഇസ്ലാം വയലന്റ് ആണെന്നുള്ളത് ഹിക്ക സമ്മതിക്കുന്നുണ്ട് അപ്പം? ഉണ്ടല്ലേ? അതെന്തായാലും നന്നായി. അപ്പോൾ താങ്ക് യു സോ മച്ച് അത് സമ്മതിച്ചതിന്. ഇസ്ലാം വയലന്റ് ആണെന്ന് നമ്മൾ പറയാൻ കാരണം വേറെ മതങ്ങളാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ക്രിസ്ത്യാനിറ്റിയിൽ നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കാം. അവർ വെള്ളം ചേർത്തിട്ടാണ് ഫോളോ ചെയ്യുന്നത്. വെള്ളം ചേർക്കാതെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും
വെള്ളം ചേർക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. നമ്മുടെ ഇപ്പത്തെ ഈ സെഞ്ചുറിയിലുള്ള റൂൾസ് ആയിട്ട് മിങ്കിൾ ചെയ്യാനും അതിനെ അഡാപ്റ്റ് ചെയ്യാനും തയ്യാറാണ്. പക്ഷെ തയ്യാറാവാത്ത ആളുകളാണ് നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. നമ്മുടെ പ്രോഗ്രസിന് തടസ്സം നിൽക്കുന്നത് ഇപ്പോഴത്തെ കൾച്ചറിനോട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. അതാണ് സമാധാന മതത്തിന് നമ്മൾ കുറ്റം പറയുന്നതിന്റെ കാരണം. അത് നിങ്ങൾക്ക് അതിൽ വെള്ളം ചേർക്കാൻ യാതൊരു താല്പര്യമില്ല. നിങ്ങൾക്ക് പണ്ടത്തെ വീട്ടിലെ പ്രസവമായിട്ട് വീട്ടിലിരിക്കണം. അത് നമ്മൾ സമ്മതിച്ച് തരില്ല. അതിന് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന ചെയ്യും. അപ്പൊ വന്നിട്ട് വെറുതെ കമന്റ് ബോക്സിൽ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹിക്ക പറയുന്നുണ്ടല്ലോ മനുഷ്യർ സംഹാര രൂപികളാണ്, മനുഷ്യർ വയലന്റ് ആണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്മാർ വയലൻസിൽ നിന്നും ട്രൈബലിസത്തിൽ നിന്നും ഒരുപാട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈം റേറ്റ്സ് പണ്ടുള്ളതിനേക്കാളും താഴെയാണ് ഇപ്പോൾ. പക്ഷേ ഞാൻ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നത്, കാണാത്തവർ കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇങ്ങനെ സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ മനുഷ്യർ സംഹാര രൂപികളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ മനുഷ്യന്മാരും അതിൽ കൂട്ടിട്ട ഈ 6-ാം നൂറ്റാണ്ടിലെ നിയമങ്ങൾ പാലിക്കുന്ന കുറച്ച് ആൾക്കാരെ മാത്രം ആ സംഹാര രൂപികളായിട്ട് കണ്ടാൽ മതി. അത് എല്ലാ മനുഷ്യന്മാരെയും ആ കാറ്റഗറിയിൽ കൊണ്ടുവന്നിടണ്ട നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഹിക്ക നൈസായിട്ട് വേൾഡ് വാർ ഒക്കെ അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഈ വാഴ്സ് നടക്കുന്നതിന് ഒരു ലക്ഷ്യം, വാഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പീസ് വേണം. ഇപ്പൊ വാർ ആൻഡ് പീസ്, വാർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശേഷം പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം, എന്നാലേ വാറിനൊരു പോയിന്റ് ഉള്ളൂ, അല്ലെങ്കിൽ വാർ ഇസ് പോയിന്റ്ലെസ്. ഞാൻ ചോദിക്കട്ടെ ഹിക്കയോട്, ഈ പച്ചക്കറി മാർക്കറ്റിലൊക്കെ പഠിച്ചോനെ ഇജ്ജ് വലിയോനാണേ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കണത് എന്ത് ലക്ഷ്യമാണ് അവിടെ ഉള്ളത്? അവിടെ സമാധാനം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. കുറച്ച് 100 ആൾക്കാരെ കൂടെ കൊണ്ടുപോകുമ്പോ എന്താണ് അതിന്റെ ലക്ഷ്യം? അതൊന്ന് പറഞ്ഞിട്ട്. കാരണം ഇക്കാദ്യം പറഞ്ഞിരുന്നല്ലോ, ഞങ്ങൾ മാത്രല്ല അവരുണ്ട്, ഞങ്ങൾ മാത്രല്ല അമേരിക്ക ഉണ്ട്, അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. ഫസ്റ്റത്തെ പാരഗ്രാഫ് അതായിരുന്നല്ലോ. സോ ഇത് നമ്മള് തീവ്രവാദ സംഘടനകളെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഈ വേൾഡ് വാർ എടുത്ത് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്ത് ആർഗ്യുമെന്റ് ആണെങ്കിലും അത് ടൈം ബൗണ്ട് ആവണം, കണ്ടെക്സ്റ്റിൽ ആവണം. ഈ പണ്ടെങ്ങോ നടന്നൊരു കാര്യം ഇപ്പൊ എടുത്ത് കൊടുത്തിട്ട് കാര്യമില്ല. അതിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? ഇപ്പൊ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടാണോ? ഞാൻ ചെയ്ത വീഡിയോക്ക് എന്തെങ്കിലും ബന്ധമുള്ള ഒരു കാര്യമാണ് വേൾഡ് വാർ? അല്ലല്ലോ. സോ വെറുതെ ആ ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ആർഗ്യുമെന്റ് ബേസ്ലെസ് ആണ്. സ്വയം മൂട്ടിൽ വെടിവെക്കരുത് എന്നാണ് എനിക്ക് ഹിക്കാനോട് പറയാനുള്ളത്. ഇനി കൺക്ലൂഷനിലോട്ട് വരാം, ഹിക്കാന്റെ എസ്സേയുടെ കൺക്ലൂഷനിലോട്ട് വരാം. ISIS ഒരു ലക്ഷണമൊത്ത തീവ്രവാദ സംഘടനയാണ്. ഇനി മുകളിൽ പറഞ്ഞ അൽ-ഖ്വയ്ദയും തെഹ്രീക്ക് താലിബാനും എല്ലാം തീവ്രവാദ സംഘടനകളാണ്. ഇവർക്ക് നിലനിൽക്കുന്ന സംവിധാനം തകർത്ത് അവിടെ സമാന്തരമായ അവരുടെ ഐഡിയോളജി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരാണോ ഇന്ത്യയിലെ മുസ്ലിംസ്? അല്ല. മുസ്ലിങ്ങൾക്ക് ഇന്ത്യ മുസ്ലിം രാജ്യമാവുന്നതിലും താല്പര്യം ഈ രാജ്യം ഇതുപോലെ തുടരുന്നതാണ്. ശരിയ നിയമം വളരെ പ്രാകൃതമാണ് എന്നതൊക്കെ ശരി, കൈവെട്ടുന്നതൊക്കെ ക്രൂരത തന്നെയാണ്. എന്നാൽ അമേരിക്കയിൽ പോലും വധശിക്ഷയുണ്ട് എന്നത് നാം മറക്കരുത്. ഫഹദ് ഫാസിൽ ഇട്ടാൽ 3/4 ഞാൻ ഇടുമ്പോ ബർമുഡയും ആവുന്ന ഒരു പ്രത്യേക പ്രതിഭാസം. നോളേജിന്റെ ഒരു സാഗരം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാഗരമാണ് ഹിക്ക. കാരണം അമ്മ അതിരി പൊട്ടത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. പാവം ഞമ്മന്റെ ഫഹദ് ഫാസിലിനെ ഇവിടെ വലിച്ചഴിച്ച് കൊണ്ടുവന്നുണ്ട്. ഫഹദ് ഫാസിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ. ഹിക്ക പറയുന്നത് ഇന്ത്യൻ മുസ്ലിംസിന് ഇന്ത്യ ഇസ്ലാമിക രാജ്യം ആവണമെന്ന് താല്പര്യമില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇന്ത്യൻ മുസ്ലിംസിനെ പറ്റിയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായിരുന്നു എന്റെ ടോപ്പിക്. ഞാൻ അവിടെ ഇന്ത്യൻ മുസ്ലിംസ് എന്നോ അതിനെ കുറിച്ചിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ത്യയെ മെൻഷൻ ചെയ്തിട്ട് പോലില്ല. പിന്നെ അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഇവിടെ എന്തിനാണ് ഇന്ത്യൻ മുസ്ലിംസ് കൊണ്ടുവന്നിടുന്നത്? അപ്പൊ സത്യം പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു കമന്റ് തന്നെ ഇവർ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എല്ലായിടത്തും ഇടും. അപ്പൊ വീഡിയോയിൽ ഇനിയിപ്പം തീവ്രവാദ സംഘടന എന്നൊരു വാക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടിടും. ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്ത് ബന്ധം? എന്ത് ബന്ധം? ഒരു ബന്ധമില്ല. പക്ഷെ എന്നാലും ഇവിടെ കൊടുത്തിടും. ഇന്ത്യൻ മുസ്ലിംസിനെ പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞിടോ? കഴിഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഇന്ത്യൻ മുസ്ലിംസിന്റെ അഭിലാഷങ്ങൾ എന്താണ്? അവരുടെ ആഗ്രഹം എന്താണ്? അവർക്ക് ശർക്കര നിയമം വരണം എന്ന് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അതിനെ കുറിച്ചിട്ട് ആരിഫിന്റെ വീഡിയോ കണ്ടാൽ അറിയാം. അതിനെ കുറിച്ച് ആരിഫ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാരണം നിരത്തിലൊക്കെ ഇറങ്ങി ഒരു മൈക്ക് എടുത്ത് കൊണ്ടുപോയിട്ട് ചോദിച്ചാൽ മതി നമുക്ക് എന്താണ് അവരുടെ അഭിലാഷങ്ങൾ, ഇന്ത്യൻ മുസ്ലിംസിന്റെ അഭിലാഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എന്ത് നിയമമാണ് വേണ്ടതെന്നോ, അവർ തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ആർക്കൊക്കെ വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്, ആരൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നുണ്ട്, ഏതൊക്കെ പാർട്ടികളുടെ കൂടെ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, ആരുടെയൊക്കെ കൂടെ സെൽഫി എടുക്കുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയാൽ എന്താണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിലാഷങ്ങൾ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നേരിട്ട് ചെന്ന് ചോദിച്ചാൽ മതി. ഒരു മറയില്ലാണ്ട് അവരെന്നെ പറഞ്ഞുതരും എന്താണ് അഭിലാഷങ്ങൾ എന്നുള്ളത്. സോ ഇവിടെ വന്നിട്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹങ്ങളില്ല, ഇങ്ങനെ ആഗ്രഹങ്ങളില്ല എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ ഒരു ന്യൂസ് ചാനലൊക്കെ ഒന്ന് തുറന്ന് കാണാം. നമ്മളെ അടുപ്പൂട്ടി ചർച്ച ഒന്നും അല്ലാണ്ട് അത് മാത്രല്ല, അത് കണ്ടോ, അത് മാത്രമല്ല വേറെ അപ്പുറത്തെ സൈഡിലുള്ള എന്താണ് ആഗ്രഹങ്ങൾ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ചോദിച്ചാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചില കമന്റ്സ് വായിക്കുമ്പോൾ കെയർഫുൾ ആവണം. കാരണം പെട്ടെന്ന് ഒറ്റനോട്ടത്തില് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ വായിക്കുമ്പോൾ ഈ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ചില കമന്റുകൾ ഉണ്ട്. കാരണം ഇതിനെ കുറിച്ചിട്ട് എന്താണ് ഇവരുടെ ടാക്ടിക്സ്, ഇവരുടെ ട്രിക്സ് എന്താണെന്ന്
അറിയാത്ത ആളുകള് പെട്ടെന്ന് ഇതൊക്കെ വായിക്കുമ്പോ ശരിയാണല്ലോ എന്ന്. കാരണം ഹിക്ക് പറയുന്നുണ്ട് അവസാനം അമേരിക്കയില് വധശിക്ഷയില്ലേ, അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ കൈവെട്ടുന്നത് എന്താണ്, ശരിയായ നിയമത്തിൽ കൈവെട്ടുന്നത് എന്ത് കുറ്റാണ് പറയാൻ പറ്റുക, അമേരിക്കയിൽ വധശിക്ഷയില്ലേന്ന്. അപ്പൊ ജസ്റ്റ് നൈവായിട്ടുള്ള ഒരാൾ ഇങ്ങനെ വായിക്കുമ്പോ ശരിയാണല്ലോ, അമേരിക്കയിൽ വധശിക്ഷ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനാണ് അഫ്ഗാനിസ്ഥാനിലെ വിസ്മയങ്ങൾ നമ്മൾ എന്തിനാ കുറ്റം പറയണം എന്നുള്ളത്. ശരിക്കും ഇതൊരു വഴി തിരിച്ചുവിടലാണ്, ചെറിയ പിക്കിംഗ് ആണ്. കാരണം കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്. നമ്മളെ ഒരു നിയമം, ശരിയായ നിയമം കമ്പയർ ചെയ്യേണ്ടത് വേറൊരു സെക്യുലർ നിയമത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെയിം ക്രൈം ആണ് എടുക്കേണ്ടത്. ശരിയായ നിയമത്തിൽ മോഷ്ടിക്കുന്നവന് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്, അതുപോലെ അമേരിക്കയിൽ മോഷ്ടിക്കുന്നവന് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്. ഇതാണ് യഥാർത്ഥ കമ്പാരിസൺ. അല്ലാണ്ട് അമേരിക്കയിൽ 100 ആൾക്കാരെ കൊന്ന ഒരാൾക്ക് വധശിക്ഷ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ബ്രെഡ് കട്ടവന്റെ കൈവെട്ടുന്നതോ അല്ല കമ്പയർ ചെയ്യേണ്ടത്. അത് ആളുകളെ വഴി തിരിച്ചു വിടാനുള്ള ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ശ്രമമാണ്. ഇനിയിപ്പം ഈ വധശിക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് കൺട്രീസ് അതിൽ നിന്ന് പിന്മാറി പോകുന്നുണ്ട്. വധശിക്ഷ വേണമെന്നും വധശിക്ഷ വേണ്ടെന്നും ഒരുപാട് ആർഗ്യുമെന്റ്സ് പറയുന്നുണ്ട്. വേറെ റീഹാബിലിറ്റേഷൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഒരു സെക്യുലർ നിയമത്തിൽ ഒരാൾ ജസ്റ്റ് പോയിട്ട് ഒരു ബ്രെഡ് മോഷ്ടിച്ചാലോ എന്തെങ്കിലും കൊള്ള നടത്തി കഴിഞ്ഞാലോ ഒരാളുടെ കൈവെട്ടുകയല്ല വേണ്ടത്. അങ്ങനെ ഒരു നിയമം സെക്യുലർ നിയമങ്ങളിൽ ഇല്ല. ഇത് ശർക്കര നിയമത്തിന്റെ മാത്രം ഒരു ക്വാളിറ്റിയാണ്. പെട്ടെന്ന് ഈ രണ്ട് ഫോൾസ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൾക്കാരെ കണ്ണി പൊടിയിടാൻ നല്ല എളുപ്പമാണ്. ഇനിയിപ്പം അമേരിക്കയിലെ വധശിക്ഷ മോശമാണെന്ന് തന്നെ കരുതിക്കോ, ഓക്കെ, വധശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നൊരു ആർഗ്യുമെന്റ് നിങ്ങൾ ഉയർത്താണെന്നുണ്ടെങ്കിൽ വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അമെന്റ്മെന്റ് നടത്താം. അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അമേരിക്കയില്. ഇപ്പം നിങ്ങളുടെ ലോ മേക്കേഴ്സിന് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അമെന്റ്മെന്റ് നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ശർക്കര നിയമത്തിൽ അങ്ങനത്തെ അമെന്റ്മെന്റ് നടത്താനുള്ള ഓപ്ഷൻ ഉണ്ടോ? നിങ്ങൾ ഇന്ന് കുറച്ച് ആൾക്കാർ കുറച്ച് കൂടി തീരുമാനിക്കണം, വേണ്ട നമുക്ക് കൈവെട്ടണ്ടെന്ന് പറഞ്ഞാല് അങ്ങനെ അങ്ങോട്ട് ശരിയാവുമോ? കാരണം മുത്തനബി പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ നിയമം ലോകാവസാനം വരേക്കുള്ളതാണെന്നാണ്. എന്ന് വെച്ചാൽ അതിലൊരു മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ വെറുതെ രണ്ട് സാധനങ്ങൾ അങ്ങോട്ട് കമ്പയർ ചെയ്തിട്ട് രണ്ട് കാര്യങ്ങളും കമ്പയർ ചെയ്ത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാന്നുള്ളത് മാത്രമാണ് ഹിക്കാന്റെ ലക്ഷ്യം. ഹിക്ക മദ്രസയിലുള്ള ഒരു ടോപ്പ് സ്റ്റുഡന്റ് ആണ് കേട്ടോ. പിന്നെ അവസാനമായിട്ട് ഹിക്ക പറഞ്ഞത് ഫഹദ് ഫാസിലിനെ കുറിച്ചിട്ടല്ലേ. ഫഹദ് ഫാസിൽ ഇട്ടാൽ 3/4 ഞാനിടുമ്പോൾ ബെർമുഡയും ആവുന്ന ഒരു പ്രത്യേക പ്രതിഭാസം. എനിക്ക് പറയാനുള്ളത് ഹിക്കാനോട് സിനിമകളൊന്നും ഇങ്ങനെ ഇരുന്ന് കാണരുത്. കാരണം ആ സമയത്ത് 2 സലാത്ത് ചൊല്ലി കഴിഞ്ഞാല് സ്വർഗത്തിൽ ചെല്ലാം. അപ്പൊ അവിടെ ആകുമ്പോൾ ഫ്രീ ആയിട്ട് പടച്ചൻ മൂവീസ് ഒക്കെ പ്ലേ ചെയ്ത് തരും. പക്ഷെ ഇവിടെ ഇരുന്ന് മൂവീസ് കണ്ടാൽ നരകത്തിൽ പോകും. അപ്പം ഈ ഫഹദ് ഫാസിലിന്റെ പേരൊക്കെ എങ്ങനെ അറിയാം? അത് കാണുന്നത് ഹറാമാണ്. ഹറാം എന്ന് വെച്ചാൽ ഹറാം, അതിൽ വേറെ വർത്താനില്ല. ഈ ഫഹദ് ഫാസിലിന്റെ സിനിമകളൊക്കെ ഇരുന്ന് കാണുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വായിക്കാം. അല്ലാണ്ട് ഈ പൊട്ടത്തരം വന്നിട്ട് ഇന്റർനെറ്റിൽ എല്ലാവരുടെ മുമ്പിലും നാറാൻ നിൽക്കേണ്ട വലിയ കാര്യമുണ്ട് ഹിക്ക. എന്തിനാ ഹിക്ക ഇങ്ങനെ നാറാൻ നിൽക്കുന്നത്? ഇതുപോലെ ഒരുപാട് ഹിക്കമാർക്കുള്ള മറുപടി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇത് ഞാൻ ഈ ചാനലിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത് തന്നെ. കാരണം മദ്രസപ്പൊട്ടന്മാരെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരാണ് കൺസിഡർ ചെയ്യുക? എനിക്ക് അതിനുള്ള ടൈമുള്ളൂ. ഇനിയും ഇതുപോലത്തെ ഒരുപാട് ഹിക്കമാരെ നമ്മളുടെ ചാനലിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, അതുപോലെ ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാം. അപ്പോൾ കുറെ ആളുകളിലോട്ട് അതെത്തും. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ.